ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഒരു ഈവനിങ് വ്ലോഗ് വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു ഈവനിങ് വ്ലോഗായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 4:30 മുതലുള്ളതാണ്. 4:30 to 5 മണി ആ സമയം തൊട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാനപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ബെഡ്റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. അത് എന്നാന്ന് വെച്ചാൽ ഇന്ന് കുഞ്ഞിവിടെ ഫ്രീ ആയിരുന്നുകൊണ്ട് രാവിലെ വിരിച്ചിട്ടിന്ന് ഫുള്ള് കളഞ്ഞ് ഇതിൽ കിടന്ന് ചാടി മറിയായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റേ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത്, എനിക്ക് റൂം ഇങ്ങനെ അലമ്പായിട്ട് കിടക്കുന്ന കണ്ട ദേഷ്യമാണ്. അപ്പം സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് അതുമല്ല, ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പം തയ്യലിൻ്റെ കട്ടിങ്ങും നൂലും അതും ഇതുമെല്ലാം ഇങ്ങനെ ചെതറി കിടക്കുമായിരുന്നു. അതെല്ലാം മാറ്റിയെല്ലാം സെറ്റ് ചെയ്ത് ഞാനിപ്പം ഏട്ട വരാറായി. ചായ ഇടാമെന്ന് വെച്ചിട്ട് പാലെടുത്തപ്പോൾ പാല് കട്ടയായിട്ടിരിക്കുക. ദക്ഷിണ അത് ഇപ്പം എന്ത് ചെയ്യും, എങ്ങനെയത് തിളപ്പിക്കുക, ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു. ഫ്രീസറിൽ ഇരിക്കുന്ന പാലെടുത്ത് ചായ ഇടുന്നത്. സ്പൂണൊക്കെ ആയിട്ട് വന്ന് അടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ഇതിൻ്റെ സംഭവം പ്രോസസ്സിങ്ങും കാര്യങ്ങളും എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്ന് നോക്കാനായിട്ട് അടുത്തിട്ടുണ്ട്. അപ്പം ഏട്ടനാണ് വരാറുമായി. ഞാൻ പാല് ഫ്രീസറിലല്ല വെച്ചിരുന്നത്, താഴത്തെ തട്ടിലായിരുന്നു. പക്ഷെ അത് കട്ടയാവുമെന്ന് ഓർത്തില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച്, അത് കഴിഞ്ഞിട്ട് ഇതിൽ തന്നെ വെച്ച് ഞാൻ അങ്ങ് അടുപ്പത്ത് വെച്ച്. നല്ലതാണോ അഴുക്കാണെന്നൊന്നും എനിക്കങ്ങനെ അറിയത്തില്ല. ഞാൻ പെട്ടെന്ന് ഏട്ടൻ വരാറായി, അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ അങ്ങ് വെച്ചു. പിന്നെ വൈകിട്ട് ഫുഡ് എന്തെങ്കിലും വെക്കണം. ചോറ് കുറച്ചേ ഉള്ളായിരുന്നു, രാവിലെ തന്നെ ഉള്ളായിരുന്നു. വൈകിട്ടത്തേന് ഇപ്പം ഞാനും ഏട്ടനും ഞങ്ങൾ രണ്ടാളും ഇപ്പോൾ വൈകിട്ട് ഫുഡ് മാറ്റിയിട്ടുണ്ട്. അത് കാരണം ഞങ്ങളപ്പം വൈകിട്ട് വല്ല പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കത്തേ ഉള്ളൂ. ഇത് ഞാൻ സാമ്പ്രാണി കവർ സ്ഥിരം വാങ്ങിച്ച് ഞാൻ പല സൈസ് വാങ്ങി വെക്കും. ഇതിലൊരു കളക്ഷൻ തന്നെ എനിക്കുണ്ട്. എനിക്ക് സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ജോലി ചെയ്യാൻ തുടങ്ങുന്നതിന് അടുക്കളയിൽ കയറുന്നതിന് മുമ്പോ രാവിലെയും വൈകുന്നേരവും ഞാൻ സാമ്പ്രാണി ഇങ്ങനെ കത്തിച്ച് വെക്കും. നല്ല സ്മെല്ലുള്ള സെലക്ട് ചെയ്ത് വാങ്ങുന്നത്. പിന്നെ നല്ല പാട്ട് പ്ലേ ചെയ്യും, എന്നിട്ട് ജോലി ചെയ്യും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിവരെ പഠിപ്പിക്കണം, എക്സാം നാളെ ഉണ്ടല്ലോ. അപ്പം ഞാൻ എൻ്റെ അടുക്കള പരിപാടിയെല്ലാം ഒന്ന് തീർത്തിട്ട് ഏട്ടൻ വന്ന് ഇവർ കുറേ കളിച്ചൊക്കെ കഴിഞ്ഞ ഉടനെ എക്സാമിനുള്ളത് തുടങ്ങണം. നാളെ ഇംഗ്ലീഷാണ്. കുഞ്ഞ് ഞാൻ ചായ ഇട്ടുകൊണ്ട് നോക്കുന്നത് നോക്കി നിൽക്കുക. ഇങ്ങനൊരു ഷെഡ്യൂൾഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ജോലിയും പെട്ടെന്ന് തീരും. എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ കറക്റ്റ് സമയത്തിനനുസരിച്ച് ജോലി ചെയ്ത് നമുക്ക് ഫ്രീ ടൈം ഇഷ്ടം പോലെ കിട്ടും. കുട്ടികൾക്ക് പഠിപ്പിക്കാനിരുത്താൻ, എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, തയ്ക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ രാവിലെ പോയിട്ട് ഭയങ്കര ഒത്തിരി ഷോപ്പിംഗ് ഒക്കെ ഇല്ലായിരുന്നു. വെയിലായിരുന്നു, ഭയങ്കര വെയിലായിരുന്നു. എല്ലാം കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു. അതുകൂടെ തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല ടയേർഡായി. ഇനിയിപ്പോൾ അടുക്കളയിലെ കുറച്ച് പരിപാടിയും കൂടെ തീർത്ത് കഴിഞ്ഞാൽ ക്ലാസ് സമയം അതിലോട്ട് കിടക്കും. ഫുൾ ബിസി. ഞാൻ എൻജോയ് ചെയ്യുന്ന ബിസിയാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. ഞാൻ ഭയങ്കര ത്രില്ലിൽ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന് ചായ തിളച്ച് പോയി. ഇതുണ്ടല്ലോ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം സപ്ലൈ എവിടെയാണ് പോയി, സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം ഫുൾ എടുത്താണ്. എന്നിട്ട് ഇന്ന് ഏട്ട സപ്ലൈക്ക് പോയിട്ട് വെളിച്ചെണ്ണ വാങ്ങാനായിട്ട് കയറിയത്. വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ എടുക്കാതെ, അന്ന് ഞാൻ മറന്നുപോയത്. വെളിച്ചെണ്ണ എടുക്കാൻ കയറിയിട്ട് അത് മാത്രമായിട്ട് ബില്ലടിക്കണമെന്ന് പറഞ്ഞ് കുറച്ച് സാധനം കൂടെ വെറുതെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. വീട്ടിൽ പോകുന്നതല്ല, പാക്കറ്റ് ഐറ്റംസ്. ഇത് കുഞ്ഞെൻ്റെ അടുത്ത് അച്ഛൻ വരുമ്പോഴത്തേനും ഒരു സർപ്രൈസ് കൊടുക്കണം. ഈ പാൻറ്റും ബനിയനും പുതിയതാണ്. അത് ഫുട്ബോൾ കളിക്കാനായിട്ട് എടുത്തിട്ടേക്കുക, ഗ്രൗണ്ടിൽ കൊണ്ടുപോകാനായിട്ട്. ബ്ലൂവും സെലക്ട് ചെയ്ത് ഞാൻ സാധനം എടുക്കുമ്പോൾ തനിയെ പോയി കണ്ടുപിടിച്ചെടുത്തിട്ട് വന്നതാണ്. അപ്പം ഇതിട്ടിട്ട് അച്ഛൻ്റെ സർപ്രൈസ് കൊടുക്കാൻ ഒരു ബെഡ്ഷീറ്റും വാങ്ങിച്ച് അതും ഇട്ടിട്ട് സർപ്രൈസ് കൊടുക്കാൻ ഇട്ടേക്കുക. അപ്പം ഞാൻ ഏട്ടൻ വന്നു. ഞാൻ പറഞ്ഞു, എന്നും കുഞ്ഞല്ലേ വന്ന് ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നതിനോട് ചോദിക്കുക. വന്ന ഉടനെ ഞാൻ പറഞ്ഞൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്.
ചുമ്മാതെ ഇങ്ങനെ അത്ഭുതം കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഡോർ അടച്ചിട്ടിരിക്കുക സർപ്രൈസ് കാണിക്കാനായിട്ട്. അങ്ങോട്ട് നോക്കിക്കേ ഗൈസ് എന്താ ചെയ്ത് വെച്ചേക്കുന്നത്. ആ ബെഡ്ഷീറ്റ് ഇട്ട് ലൈറ്റൊക്കെ ഇട്ട് അതിൽ കിടക്കുക സെലക്ട് ചെയ്ത് കിടക്കുക. ആ ബെഡ്ഷീറ്റും തന്നെ എടുത്തത് അത് മതി എന്നും പറഞ്ഞ് അത് സെലക്ട് ചെയ്തെടുത്ത ബ്ലൂ റെഡും പുള്ളിയുടെ ഇഷ്ട കളറാണ്. എന്നിട്ട് അതേ വേനും ഇട്ട് അതേ കയറി ഇരിക്കുക. ഭയങ്കര ഒരു സർപ്രൈസ് ആയിപ്പോയി. അപ്പം ഞാൻ തിരക്കിൽ ഞാൻ ചായ എടുക്കണം. എന്തെല്ലാമോ ഇന്നത്തെ വിശേഷം. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയ കഥകളെല്ലാം പറയാം. ഗ്രൗണ്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് വഴക്കാം. ഏട്ടൻ പാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഡയറി മിൽക്ക്. ഞാനിതെല്ലാം ഫ്രിഡ്ജിൽ വെക്കുക. അല്ലേ ഞാൻ സംസാരിച്ച ചായ എടുത്ത് ഞാൻ അവിടെ പോയി ഏട്ടനോട് സംസാരിച്ചിരിക്കും, മറന്നു ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ. 1-2 പ്രാവശ്യം അങ്ങനെ പാല് പിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഞാൻ ചായ എടുത്തേക്കാണ് പെട്ടെന്ന്. എന്നിട്ട് വരാറാകുമ്പോൾ നമുക്കൊരു സമയം അറിയില്ല. ആ സമയത്തിനെ ഞാൻ ഇട്ട് വെച്ചേക്കും. വന്ന ഉടനെ എടുക്കുന്ന രീതിക്ക്. ഏട്ടനിപ്പം സാൻഡ്വിച്ചും എന്താ വേറെ വാങ്ങിയ മീറ്റ് റോളും സാൻഡ്വിച്ചും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ വൈകുന്നേരം വാങ്ങിച്ച എണ്ണ പലഹാരം എടുപ്പുണ്ടായിരുന്നു, അതും ഞാൻ എടുത്തിട്ട് വന്നു. കുഞ്ഞപ്പം ഇതെല്ലാം കണ്ട് ഭയങ്കര ഹാപ്പിയായിട്ട് ഇപ്പോൾ ഗ്രൗണ്ടിൽ കൊണ്ടുപോകല്ലോ. അച്ഛൻ ചായ കൂടി കഴിഞ്ഞാൽ അന്ന് കൊണ്ടുപോകല്ലോ. അപ്പം ഇന്നത്തെ വ്ലോഗ് ഞാൻ ഈ സാൻഡ്വിച്ച് കഴിച്ച് എൻഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ, ടാറ്റാ.